ഹായ് ഗായ്സ്, അനന്തുവാണ്. നമ്മൾ ഇന്ന് തൊട്ട് ചെറിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത്. അതായത് ഞാൻ വീഡിയോ എടുക്കാൻ പോണ ദിവസത്തെ അന്ന് എന്തൊക്കെ നടക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു മിനി വ്ളോഗ്. ഇപ്പം നമ്മൾ കണ്ട മണി 5:30 കറക്റ്റ് 5:30. നമ്മളൊരു വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ പോവുകയാണ്. എവിടെയാണ്? വർക്കല അങ്ങ് പോകണ്ട, അതിന് കുറച്ച് ഇപ്പുറത്തായിട്ട് വരും. അപ്പോൾ നമ്മൾ വെളുപ്പിന് 6:30 അവിടെ എത്തണം. നമ്മൾ 5:30 ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞാനും സൂരജും ഉണ്ട്. അതുമല്ല, അവിടെ പോയി നമ്മൾ അവിടുത്തെ വീഡിയോ എടുത്ത ശേഷം എൻ്റെ കണ്ടന്റ് എനിക്ക് എടുക്കണം. രണ്ട് കണ്ടന്റെങ്കിലും മാക്സിമം എടുക്കാൻ പറ്റില്ലെന്നൊന്നും അറിഞ്ഞൂടാ. കുറേ ദിവസം കൊണ്ട് എനിക്ക് ഉറക്കം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കണ്ണ് നല്ല ഒരിതുണ്ട്. മാക്സിമം നോക്കും. അവിടെ പോയി അവരെ വീഡിയോ എടുത്തിട്ട് പിന്നെ തിരിച്ച് വന്ന് എനിക്ക് എൻ്റെ 2 കണ്ടന്റെങ്കിലും എടുക്കണം. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ ഇറങ്ങി. ഇനി ബാക്കി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണിച്ചു. ഓക്കെ, ബൈ. നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ മാനയത്ത് എത്തി. അവിടെ 6:30 എത്തിയാൽ മതി കവടിയാറ്. ഒരു ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ചായ കുടിക്കലാമാ? ചായ കുടിക്കാം, വാ. നമ്മളങ്ങനെ ഇവിടെ കവടിയാർ കുറുവൻകോണം അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി തോന്നുന്നു, അറിഞ്ഞൂടാ, നോക്കാം. അപ്പൊ തന്നെ ഒരു ദിവസം നമ്മളങ്ങനെ സ്ഥലത്തെത്തി ഗൈസ്. വിഷയം ഇത് വർക്കല പോണ്ട കേട്ടോ. ഇതാണ് എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ബ്ലാക്ക്. ഹായ്. ഈ ബ്ലാക്ക് ഡ്രസ്സാണ് എൻ്റെ കൂടെ കളിക്കുന്നത്. എങ്ങനെയുണ്ട് ഏരിയ? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? സ്ഥലമൊക്കെ അടിപൊളിയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അറിയാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ മണ്ണില്ലെന്നുണ്ടെങ്കിൽ തേയും നമ്മള് എന്ത് ചെയ്യും, കടലെത്ത് കഴിയും. പുതിയ രീതിയിലുള്ള മണ്ണ് തറ. എനിക്ക് സ്ഥലത്തിന്റെ കറക്റ്റ് പേരറിഞ്ഞൂടാ, നേരത്തെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പക്ഷെ എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി സ്ഥലം. ഇതാണ് നമ്മളെ ക്യാമറമാൻ ചേട്ടൻ. ഈ ചേട്ടൻ ഒരു ഡാൻസ് മാസ്റ്ററും കൂടിയാണ്. പേര് ഞാൻ എനിക്ക് അറിഞ്ഞിട്ട്. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? ഷാൻ എന്നാണ് പേര്. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ ചേട്ടാ? അതെ അതെ, വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. താങ്ക് യു ചേട്ടാ. എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ എടുത്തിട്ട് അതിന്റെ ബീച്ചസ് ഒക്കെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നല്ല കിടിലുള്ള സ്ഥലം കേട്ടോ. നമുക്ക് ഫോട്ടോഷൂട്ടോ വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ വന്നെടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. പക്ഷെ നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല വൈബ് സ്ഥലം അല്ലേടാ? അതെ, വിറ്റാമിൻ ഡി ആണ് ഇപ്പോഴത്തെ ഈ വെയില്. ഇനി വീഡിയോസ് എടുക്കണം, അതിന്റെ കുറച്ച് ബീറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഫസ്റ്റ് വ്ളോഗാണ്, എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ പറയണമെന്ന്. ഫസ്റ്റ് വ്ളോഗല്ല, ഇത് 2ാമത്തെ വ്ളോഗാണ്. പക്ഷെ കുറേ ഗ്യാപ്പ് എടുത്ത ശേഷമാണ് ഈ വ്ളോഗ് എടുക്കണം. അതുകൊണ്ട് ചെറിയ പോരായ്മകളാണ്. പിന്നെ അവരൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി പിന്നീട് കാണാം. ഓക്കെ, നമ്മൾ പരിപാടിയിലേക്ക് കിടക്കാൻ പോവുകയാണ്. സ്റ്റാർട്ട്. അതെ, നമ്മളെ ക്യാമറമാൻ ചേട്ടൻ. അങ്ങനെ നമ്മളുള്ള പുറപ്പാടിലാണ്. എടുക്കാനുള്ള എന്താവും ദൈവത്തിന് തന്നെ അറിയാം അല്ലേ? ഇപ്പൊ നമ്മള് തണലത്ത് നിക്കാണല്ലോ, നമ്മള് കയർക്കുമോ കരിയുമോ? എനിക്കതൊന്നും വിഷയമില്ല. അതല്ലടാ, നമ്മളെ എനർജി എന്ന് പറയുന്നത് സൂര്യൻ നമ്മൾ ഒപ്പിയെടുക്കരുത്. സൂരജ് മൈൻഡ് വോയിസ് അടങ്ങമ്മ അല്ലേ? നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. ഇവിടെ തളർന്ന് കുളിച്ച് വേർത്ത് നല്ല വെയിലുണ്ടത്. നമുക്ക് പിന്നെ ഒന്നും കുഴപ്പമില്ലല്ലടാ. അതെ അതെ, ഇവിടെ പിന്നെ എങ്ങനെയാണ്? ശീലില്ല. നമ്മള് പിന്നെ ഫുൾ ടൈം നീലത്താണ്ട ഫുള്ളും ഉണ്ട്. നല്ല വെയിലും വെച്ചാൽ ഭയങ്കര വെയില്. ഒതുങ്ങിക്കാൻ പറ്റുന്ന സ്ഥലമില്ല, പാറയില്ലേ. അത് ഞാൻ കളിച്ച് ഛർദിച്ച് ചത്ത്. ഇപ്പൊ അതാ എൻ്റെ കൂടെ കളിക്കണ നടി ചത്ത് ഗൈസ്.
അങ്ങോട്ടും വയ്യ, ഞാൻ വെള്ളം കൊടുക്കാം, നീ പെട്ടെന്ന് എല്ലാരും ചത്ത്. സൂര്യനൊക്കെ പടമായി. വയ്യേ 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 മറ്റു അവിടെ ചത്ത്. എല്ലാരും തളർന്നു. അമ്മാതിരി വെയില്. സമയം ഇപ്പൊ എത്ര കാണോടാ? 9:46. 10 മണിയാവണതേ ഉള്ളൂ. വെയില് കാണിച്ചുതരാം. വെയില് കണ്ടോ? ബീച്ചല്ലേ അതാ. എന്റെ പൊന്നു, അതാണ് ഒതുങ്ങി നിക്കാൻ പോയ സ്ഥലമില്ല. മണ്ണും പാറയും ഞാനൊക്കെ ചത്ത്. നല്ല വെയില്. സമയം കേട്ടോ അവിടെ പണിയെടുക്കണവരെ. തൊപ്പിയും കൂടെ ഉണ്ട് മണ്ട. എന്നാലും ചൂടല്ലടാ. ഇത് ചെളിയാണ് ഗൈസ്. അപ്പവും വെള്ളം പറ്റി പറഞ്ഞു. ഓ ഡാർക്ക് ആയി കാലായി. എടാ എന്ത് ചുമ്മാ ക്യാഷൊക്കെ കിട്ടും. അപ്പൊ വിളിക്കും. എന്തായാലും ഈ ഡാൻസ് സമയത്ത് ഉറപ്പിച്ചിട്ടില്ല. അറിയാന്നുള്ളവരാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോൾ എന്നെ കിടന്ന് വിളിച്ചു. ഞാൻ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോൾ അവിടെ കിടന്ന് വിളിയായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെല്ലാന്ന് ചോദിച്ചു. പാവം കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോഴാണ് മനസ്സിന് സന്തോഷം. ഇത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ട്. താങ്ക് യു. ഹായ്. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് എങ്ങനെ ഉണ്ട്? വെയിലത്ത് തളന്നല്ലേ? തളർന്നല്ല, ഇതാണ് പണി അല്ലേ? ഇതാണ് ജോലി എടുക്കാതെ അങ്ങനെ ഇവരെയൊക്കെ കണ്ട. ഇവരൊക്കെ നല്ല ഈ ചൂടും ഇതൊന്നും നോക്കാണ്ട് പണിയെടുക്കുന്നത് നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരാട്ടോ. കുടുംബശ്രീയാണ് നമ്മളെല്ലാം. കുടുംബശ്രീയില് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പൊ 2 കുപ്പി വെള്ളവും തീർത്തു. സഹിക്കാൻ പറ്റാത്ത വെയിൽ. ഈ വെയിലത്ത് നിന്ന് മാറിയിട്ട് വേണം ശരിക്കും തളർപ്പ് എന്താണെന്ന് അറിയാമോ. അത് ഞാൻ കിറങ്ങി വീണ്, പിന്നെ അവളെ കിറങ്ങി വീണ്. ഫസ്റ്റ് നമ്മുടെ ആളെ ഞാൻ തന്നെ. ഞാൻ തുടക്കം ഇട്ട് കൊടുത്ത്. എന്തായാലും നല്ല പടി എല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി ഔട്ട് ചിലപ്പം ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിരിക്കും അപ്ലോഡ് ഇടുന്നത്, അല്ലെങ്കിൽ ശേഷം. എന്തായാലും സപ്പോർട്ട് ഉണ്ടാവണം. മേ ബി ഡാൻസിന്റെ ചാൻസ് ഇല്ല, കാരണം കോപ്പിറൈറ്റ് അടിക്കും. ഡാൻസ് ഇല്ലാത്തിട്ടൂല, വേറെ അല്ല പ്രാക്ടീസിന്റെ പ്രാക്ടീസിന്റെ. അങ്ങനെയാണെങ്കിൽ സൗണ്ട് മ്യൂട്ടേറ്റ് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. എന്തായാലും ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ. നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? കാണുന്നത് ഇൻസ്റ്റയിൽ അല്ല, നേരിട്ട് ആദ്യമായിട്ടാണ്. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്നോടുള്ള കോംബോ? നന്നായിരുന്നു. ആക്ച്വലി എന്റെ ഒരു അനിയനായിട്ടായിരുന്നു അല്ലേ, എന്റെ ഇളയ സഹോദരനാണ്. അതെ. പിന്നെ നല്ല പ്രായമുണ്ടെന്ന്. എനിക്ക് 24 വയസ്സുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച 1 വയസ്സായാലും നമുക്ക് അനിയൻ തന്നെയാണ്. ഓക്കെ, സമയം നമുക്ക് ബാക്ക് ടു ദ പോയിന്റ്. അപ്പൊ ബാക്ക് ടു ദ പോയിന്റ് വരികയാണെങ്കിൽ നന്നായിട്ട് ഡാൻസ് കളിച്ചു. എനിക്ക് ഇവന്റെ ഡാൻസ് ഇഷ്ടപ്പെട്ട് തന്നെയാണ്. ഇവന്റെ ഒരു അപ്പിയറൻസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ധനുഷിന്റെ ഡാൻസ് തന്നെ എടുക്കണം എന്നും പറഞ്ഞ് ഇല്ലടാ, ഏകദേശം 4 മാസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതാ. പക്ഷെ ആളെ ഇപ്പഴാണ് കിട്ടിയത്. അതെ, ഭയങ്കര തിരക്കായോണ്ടൊന്നും അല്ല, സാഹചര്യങ്ങൾ ഒത്തുവന്നില്ല. അതാ. ഓ തിരക്കൊന്നും ഇത് തിരക്കില്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചുമ്മാ എന്നിട്ടും 2 സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് താഴെ കിടക്കുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ടിലാണ് കേട്ടോ ആൾക്കാരെല്ലാം നമുക്ക് ചിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അവൻ ആദ്യം ഓഫായി, പിന്നെ ഞാൻ ഓഫായി. പിന്നെ ഞങ്ങൾ 2 കൂടെ കട്ടക്ക് നിന്ന് ക്യാമറമാൻ ഓഫായി. ക്യാമറ ചെടിയിലൊക്കെ വീണ്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, കാണുക. എന്റെ ചാനലിൽ കൂടെ ഒന്ന് പറഞ്ഞുകൊടുക്കുന്നു. എല്ലാവർക്കും ഡ്രസ് അറിയായിരിക്കും. നമ്മുടെ വൈറലായ ഒരു മാത്സ് ടീച്ചറാണ്. അതെ അതെ അതെ. അപ്പൊ ഇതില് ഞാൻ പറയാം, ആർക്കെങ്കിലും ട്യൂഷൻ വേണമെങ്കിൽ വരണേ. 10ാം ക്ലാസ് ആണ്. 10+2 ഡിഗ്രി ആയാലും പ്രോബ്ലം ഒന്നുമില്ല.
ഫസ്റ്റ് ഇയർ ഒക്കെ നമുക്ക് എടുക്കാം. ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്നു. ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുക, എന്നെ വന്ന് കോൺടാക്ട് ചെയ്യാം. ട്യൂഷനും ഡാൻസിനും. എനിവേ നമുക്ക് അപ്പം അടുത്ത കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്കും ബൈ.